ഗ്യാസ്ട്രിക് ട്രബിൾ ഒരു രോഗമല്ല, രോഗലക്ഷണമാണ്. ഇത് കൈവിട്ടു പോകാതെ നമുക്ക് ശ്രദ്ധിക്കാം. ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, നടക്കാവ്. നമ്മൾ കൂടുതൽ ആൾക്കാർ ഇന്ന് ബുദ്ധിമുട്ടുന്ന ഒരു പ്രശ്നമാണ് ഗ്യാസ്ട്രിക് ട്രബിൾ എന്ന് പറയുന്നത്. ചിലർക്കിത് നെഞ്ചെരിച്ചിലാവാം, പുളിച്ചുതകട്ടലാവാം, നെഞ്ചിൽ ഭാരം പോലെയാവാം, ഗ്യാസ് വന്ന് വയർ വീർത്തിരിക്കാം, അല്ലെങ്കിൽ മലബന്ധപരമായ പ്രശ്നങ്ങളാവാം, അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും വരുന്ന അസ്വസ്ഥതകളാവാം. ഇവയെല്ലാം എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ദഹനാവസ്ഥയുടെ രോഗങ്ങളാണ്. അതായത് നമ്മുടെ അന്നനാളം, ആമാശയം, ചെറുകുടൽ, വൻകുടൽ എന്നിവയുടെ രോഗങ്ങളുടെ ലക്ഷണമാണ്. ഇതെല്ലാം പലരും നിസ്സാരവൽക്കരിച്ച് ചെറിയ രീതിയിൽ എന്തെങ്കിലും പൊടിക്കൈ ഉപയോഗിച്ച് പിന്നെ അത് ഈ ഗ്യാസ് ട്രബിൾ സ്ഥിരമായി നിന്ന് അത് പിന്നെ അൾസറിലോട്ടും ക്യാൻസർ കണ്ടീഷനിലേക്കും മാറിപ്പോകുന്നതാണ്. എന്നാൽ നമ്മൾ ഇതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാം രണ്ട് തരത്തിലാണ് കൂടുതലായിട്ട് പറയുന്നത്. അതായത് ഫസ്റ്റ് വരുന്നത് നമ്മുടെ ജീവിതശൈലിയും ദെൻ നമ്മുടെ ഭക്ഷണക്രമത്തിലും ഉണ്ടാകുന്ന കാരണങ്ങളും, ഒന്ന് വൈദ്യശാസ്ത്രപരമായ രോഗാവസ്ഥകളുമാണ്. ജീവിതശൈലിയും ഭക്ഷണക്രമത്തിലും വരുന്നത് ആദ്യത്തെയാണ് ഭക്ഷണത്തിൻ്റെ ക്രമമില്ലായ്മ. അതായത് സമയം തെറ്റി ഭക്ഷണം കഴിക്കൽ, അമിതമായി ഭക്ഷണം കഴിക്കൽ, അല്ലെങ്കിൽ പെട്ടെന്ന് വേഗത്തിൽ ഭക്ഷണം കഴിക്കൽ എല്ലാം ഇതിന് കാരണമാവുന്നു. പിന്നെ ഒന്ന് നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങൾ, നമ്മൾ ഇൻക്ലൂഡ് ആക്കുന്ന എരിവ് കൂടിയ ഭക്ഷണങ്ങളും പുളി കൂടിയ ഭക്ഷണങ്ങളും അതുപോലെ സിട്രസ് ഫ്രൂട്ട്സുകളും, അതായത് നാരങ്ങ, പൈനാപ്പിൾ എന്നീ പോലുള്ള ഫലങ്ങളും പയറുവർഗ്ഗങ്ങൾ, കിഴങ്ങ് വർഗ്ഗങ്ങളെല്ലാം ഇതിനൊരു കാരണമാവുന്നു. ഇത് കൂടാതെ മദ്യപാനവും പുകവലിയും ഇതിനൊരു കാരണമാവുന്നു. ഈ മദ്യപാനവും പുകവലിയും ഇതിന് കാരണമാവുന്നത് ഇവയെല്ലാം നമ്മുടെ ആമാശയത്തിൻ്റെ ആവരണത്തെ കേടുപാട് വരുത്തിയിട്ടാണ്. ഇത് കൂടാതെ തന്നെ നമ്മുടെ മാനസികമായ സമ്മർദ്ദം, മെൻ്റൽ സ്ട്രെസ്സ് ഇതിനെ കൂടുതലായിട്ട് നമ്മുടെ ദഹനത്തെ കൂടുതലായി അഫക്റ്റ് ചെയ്യുന്നു. ദെൻ ഇതിൻ്റെ മറ്റൊരു കാരണ വിഭാഗമാണ് വൈദ്യശാസ്ത്രപരമായ രോഗങ്ങൾ. അതായത് GERD, പെപ്റ്റിക് അൾസർ, അതുകൂടാതെ ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസസ് എന്നീ പറഞ്ഞ അസുഖങ്ങളെല്ലാം നമുക്ക് ഈ ഗ്യാസ്ട്രിക് ട്രബിളിന് കാരണമാവുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആമാശയത്തിലെ ആവരണത്തിന് കേടുപാടുകൾ സംഭവിക്കുന്നു. അതായത് മ്യൂക്കോസൽ ലെയറിലുണ്ടാവുന്ന കേടുപാടുകളും അതുകൂടാതെ നമ്മുടെ ദഹനരസത്തിൻ്റെ അളവിലുണ്ടാവുന്ന വ്യതിയാനങ്ങളുമാണ് ഈ കാരണങ്ങൾ കൊണ്ട് നമുക്കുണ്ടാവുന്നത്. ഇതെല്ലാം കാരണം നമ്മുടെ ആമാശയത്തിലുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ അളവിൽ വ്യതിയാനങ്ങൾ ഉണ്ടാവുന്നു. അതായത് ഈ ഹൈഡ്രോക്ലോറിക് ആസിഡ് കൂടുന്നാൽ നമുക്ക് ഹൈപ്പർ അസിഡിറ്റിയും കുറയുമ്പോൾ ഹൈപ്പോ അസിഡിറ്റിയും ഉണ്ടാവുന്നു. ഹൈപ്പർ അസിഡിറ്റി ഈ രണ്ട് കണ്ടീഷനുകളും സിമിലർ ആയാൽ ഒരുപോലുള്ള ലക്ഷണങ്ങളാവും. അതായത് വയറ് വീർത്തിരിക്കുന്നത്, അസ്വസ്ഥതകൾ, ഇവയെല്ലാം സിമിലർ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ് നമുക്ക് തരുന്നത്. എന്നാൽ ഹൈപ്പർ അസിഡിറ്റി കണ്ടീഷനിൽ നമ്മൾ അസിഡിറ്റി കുറയ്ക്കാൻ നോക്കുകയും ഹൈപ്പോ അസിഡിറ്റി കണ്ടീഷനിൽ നമ്മൾ ദഹനത്തെ പൂർണ്ണവൽക്കാൻ ദഹനരസത്തെ നോർമലാക്കുകയുമാണ് ചെയ്യുന്നത്. എന്നാൽ നമ്മളെല്ലാം ഈ അവസ്ഥകളെ തെറ്റിദ്ധരിച്ച് ചെറിയ മരുന്നുകൾ ഉപയോഗിച്ച് ഇതിനെ കൂടുതലുള്ള പ്രശ്നത്തിലോട്ട് മാറ്റുന്നു. അതിനാൽ തീർച്ചയായും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ നിർബന്ധമാണ്. നമ്മുടെ ഹോമിയോപ്പതിയിൽ ഇതിന് പൂർണ്ണമായും ഫലപ്രദമായ മരുന്നുകൾ ലഭ്യമാണ്. നമ്മൾ ഓരോ രോഗിയെയും മാനസികവും ശാരീരികവും പരമായി ഓരോ രോഗിയെയും പ്രത്യേകതകളും അനുസരിച്ച് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണയവും മരുന്ന് നിർണയവും നടത്തി ജർമ്മൻ പൊട്ടൻസിയിലാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇതെല്ലാം മരുന്നിൻ്റെ ഒപ്പം തന്നെ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതായത് ഈ ഗ്യാസ്ട്രിക് ട്രബിളിന് നമ്മൾ കൂടുതലായും എന്തൊക്കെ കഴിക്കണം എന്നതല്ല, എങ്ങനെ കഴിക്കണം എന്നതിലാണ് കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ടത്. തീർച്ചയായും ഒരു ഡയറ്റ് പ്ലാനിനൊപ്പം തന്നെ കുറേ നിയമങ്ങൾ നമ്മൾ പഠിക്കേണ്ടതാണ്. അതായത് ആദ്യം പറയുന്നത് കറക്റ്റായ സമയത്ത് കൃത്യസമയങ്ങളിൽ നമ്മൾ ഭക്ഷണം കഴിക്കാൻ നോക്കുക. ചെറിയ ക്വാണ്ടിറ്റിയിൽ ഇടവിട്ട് ഭക്ഷണങ്ങൾ കഴിക്കുക. പിന്നെ പറയുന്നത് നമ്മൾ വേഗത്തിൽ കഴിക്കാതെ സാവധാനം ചവച്ചരച്ച് കഴിക്കുക. വേഗത്തിൽ കഴിക്കുമ്പോൾ വായു കൂടുതൽ ഉള്ളിലോട്ട് ചെല്ലുകയും നമുക്ക് ദഹനങ്ങൾ ചവച്ചരയ്ക്കാതെ നമ്മുടെ വയറിനെല്ലാം കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നുണ്ട്. പിന്നെ പറയുന്നത് നമ്മൾ നല്ലപോലെ
വെള്ളം കുടിക്കണം. അതായത് നമ്മുടെ ശരീരത്തിൽ ജലാംശത്തെ നമ്മൾ നിലനിർത്തേണ്ടതാണ്. അതുപോലെ അത്താഴം കഴിക്കുമ്പോൾ രാത്രി കിടക്കുന്നതിന് ഒരു 2-3 മണിക്കൂർ മുന്നേ തന്നെ നമ്മൾ അത്താഴം കഴിക്കേണ്ടതാണ്. ഇനി എന്തെല്ലാമാണ് നമ്മളിതിൽ നമ്മുടെ ഈ ഡയറ്റ് പ്ലാനിൽ ഇൻക്ലൂഡ് ആക്കേണ്ട ഫുഡുകളെന്ന് വെച്ചാൽ, ചിക്കനൊക്കെ വേവിക്കുന്ന ചിക്കനായിരിക്കണം. ദെൻ മീൻ കറിയും എല്ലാം നമ്മൾ പുളിയും എരിവും എല്ലാം കുറഞ്ഞ മീൻ കറി, തവിടുള്ള അരികൾ, എണ്ണ കുറഞ്ഞ ചപ്പാത്തി, പുഴുങ്ങിയ വെജിറ്റബിൾ, വാഴപ്പഴം അതുപോലെ പഴങ്ങളും അതുപോലെ ജീരക വെള്ളവും ഇളനീർ വെള്ളവും നല്ലതാണ്. ഇനി എന്തൊക്കെയാണ് നമ്മൾ ഒഴിവാക്കേണ്ടതെന്ന് വെച്ചാൽ, കൊഴുപ്പുള്ളതും അതുപോലെ വറുത്തതുമായുള്ള ഫ്രഞ്ച് ഫ്രൈസ്, ഫാസ്റ്റ് ഫുഡ് എന്നീ ഐറ്റങ്ങളെല്ലാം നമ്മൾ പാടെ ഒഴിവാക്കണം. അതുപോലെ എരിവുള്ളതും പുളിയുള്ളതുമായ ഭക്ഷണങ്ങൾ, വിനാഗിരി, അച്ചാർ, അതുപോലെ എരിവുള്ള കറികളെല്ലാം നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ചില പാനീയങ്ങൾ, കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, ശീതള പാനീയങ്ങൾ, എനർജി ഡ്രിങ്ക്സ് ഇവയെല്ലാം, കടുപ്പമുള്ള കാപ്പി, ചായ, കടുപ്പമുള്ള ചായകൾ ഇവയെല്ലാം നമ്മൾ ഒഴിവാക്കണം. പിന്നെ ഒഴിവാക്കേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ സിട്രസ് പഴങ്ങളാണ്. നാരങ്ങ, പൈനാപ്പിൾ പോലെയുള്ള പഴങ്ങളും, അതുകൂടാതെ മസാലകൾ കൂടുതലായിട്ട് വരുന്ന കുരുമുളക്, ഗരം മസാല എന്നീ മസാലകളും നമ്മൾ പാടെ ഒഴിവാക്കണം. അതുകൂടാതെ പുതിനയില, സവാള എന്നിവയുടെ കൂടുതലായിട്ടുള്ള ഉപയോഗവും നമ്മൾ ഒഴിവാക്കണം. ഇതുകൂടാതെ മദ്യപാനവും പുകവലിയും, കാരണം ഇവ നമ്മുടെ ആമാശയത്തിൻ്റെ മ്യൂക്കസ് ലെയർ നശിപ്പിക്കുകയും നമ്മുടെ ആസിഡ് ഉൽപ്പാദനം അവിടെ വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുണ്ട്. പിന്നെയുള്ളതാണ്, ഇത് നമ്മൾക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ വേണം. അതായത് നമ്മൾ ഈ നിയമങ്ങളെല്ലാം അനുസരിച്ച് നമ്മളൊരു പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് പ്ലാൻ നമുക്കനുസരിച്ച് ശീലിക്കണം. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, രാവിലെ നമ്മൾ എണീക്കുമ്പോൾ ഒരു ചെറു ചൂടുവെള്ളം കുടിക്കുകയോ അതിനൊപ്പം എന്തെങ്കിലും നട്ട്സ്, ബദാം പോലുള്ള എന്തെങ്കിലും നട്ട്സ് കഴിക്കുകയോ, പിന്നെ ഒരു പ്രഭാത ഭക്ഷണം എന്ന രീതിയിൽ ആവിയിൽ വേവിച്ച 1-2 ഇഡ്ഡലിയോ അങ്ങനെ എന്തെങ്കിലും ആവിയിൽ വേവിച്ചത്, അല്ലെങ്കിൽ മുട്ടയുടെ വെള്ളയോ അങ്ങനെ എന്തെങ്കിലും കഴിക്കുക. പിന്നെ ഉച്ചയാകുമ്പോൾ ഒരു 1/2 കപ്പ് ചോറ് കൂട്ടത്തിൽ വേവിച്ച എന്തെങ്കിലും വെജിറ്റബിൾസോ കൂടെ കഴിക്കാവുന്നതാണ്. പിന്നെ വൈകുന്നേരങ്ങളിലാണെങ്കിൽ കടുപ്പം കുറഞ്ഞ ചായയും മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളും അങ്ങനെ എന്തെങ്കിലും കഴിക്കാം. അത്താഴമാണ് നമ്മൾ കഴിക്കേണ്ടത് സൂപ്പ്, വെജിറ്റബിൾ സൂപ്പ് അല്ലെങ്കിൽ ഗോതമ്പ് കഞ്ഞി എന്നീ പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മളെ ഒരു ഡയറ്റ് പ്ലാൻ, ഇതൊരു ഉദാഹരണമാണ് ഡയറ്റ് പ്ലാൻ. ഇതുപോലെ നമുക്ക് ആവശ്യമനുസരിച്ച് നമ്മളെ ഈ നിയമങ്ങളനുസരിച്ച് നമുക്കൊരു പ്രോപ്പർ ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നത് നന്നായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ്. ഞാൻ ഡോക്ടർ ആര്യ ഫ്രം ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം.